ഹായ് ഗായ്സ്, എല്ലാവർക്കും JRV വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ച മുതൽ സന്ധ്യ വരെയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിക്കുകയാണ്. 1 മണി 1:30 സമയം. അപ്പോൾ ഊണ് കഴിക്കുകയാണ്. ഊണ് കഴിക്കാൻ വലിയ വിഭവങ്ങളൊന്നുമില്ല. ഒരു മോര് കൂട്ടാനും മുതിരുപ്പേരിയും ചമ്മന്തി കൂട്ടിയിട്ട്. അപ്പോൾ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ TV കണ്ടിട്ടാണ് കഴിക്കുന്നത്. TV കണ്ട് കഴിക്കാൻ പാടില്ല എന്നാണ്, എന്നാലും സമയം പോണ്ടേ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അടുക്കളയിൽ പാത്രമൊക്കെ കഴുകി വെച്ച് ക്ലീൻ ചെയ്തു. പിന്നെ ഇത് നാളത്തേക്കുള്ള ഇഡ്ലിക്ക് വേണ്ട അരി ഉഴുന്നൊക്കെ പുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് ചെറുപയർ, അത് ഇന്ന് വൈകുന്നേരം മോൻ വരുമ്പോഴേക്ക് കറി വെക്കണം. രാത്രി ചപ്പാത്തിക്കും കൂടെ കണക്കൂട്ടിയിട്ട് വെച്ചതാണ്. കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു, അതവിടെ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ വെറുതെ കുറച്ച് ഫ്രീ ആയിരിക്കുമല്ലോ. ആ ഫ്രീ ആയിരിക്കുമ്പോൾ ഞാൻ പേപ്പർ വായിക്കാൻ പേപ്പർ എടുത്തു. കുറച്ച് നേരം പേപ്പറൊക്കെ വായിച്ച് അങ്ങനെ ഇരുന്നു. കുറച്ച് ടൈം അങ്ങനെ പോയി. കുറച്ച് നേരം ഇങ്ങനെ പേപ്പർ വായിച്ചു, എല്ലാ വിവരങ്ങളൊക്കെ വായിച്ചു. പേപ്പർ എടുത്താൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ. അപ്പോൾ അതെല്ലാം നോക്കി കുറേ നേരം ഇങ്ങനെ വെറുതെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. എല്ലാ വാർത്തകളും ഒരേ വാർത്തകൾ തന്നെയല്ലേ ഇപ്പോൾ പേപ്പറിൽ. എന്നാലും പേപ്പർ വായിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാനതൊക്കെ കഴിഞ്ഞ് എണീറ്റു. വൈകുന്നേരമായപ്പോൾ പിന്നെ മോൻ വരാനായി. 3 മണിയാകുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ ചെറുപയർ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൻ വരുമ്പോഴേക്ക് ദോശയ്ക്കും ആക്കാം, പിന്നെ രാത്രിക്ക് ചപ്പാത്തിക്കും ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കറിയൊക്കെ സെറ്റാക്കുകയാണ്. അപ്പം അതിനുള്ള ഉള്ളിയൊക്കെ നുറുക്കുകയാണ്. ഉള്ളിയും പച്ചമുളകും ഒക്കെ നുറുക്കി ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പിലായിരിക്കും മോൻ വരിക. അപ്പം അമ്മയെ വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഓടി വരിക. അപ്പോഴേക്ക് എന്തെങ്കിലും ആക്കി വെച്ചില്ലെങ്കിൽ അവന് ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടാവും. അപ്പം അതാവട്ടെ എന്ന് വിചാരിച്ചു. ഉള്ളിയൊക്കെ നുറുക്കുന്നുണ്ട്. ഉള്ളി നുറുക്കുമ്പോൾ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. നല്ല എരിയലുണ്ട് ഇതിന്. അത് കഴിഞ്ഞ് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചു. അതിൽ ചെറുപയറൊക്കെ ഇട്ട് എല്ലാ സാധനങ്ങളും ഇട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് അങ്ങനെ കറി ഇങ്ങനെ സെറ്റാക്കുക. മഞ്ഞപ്പൊടി ഒഴിച്ചു വെക്കണം. ഞങ്ങൾ നാടൻ മഞ്ഞപ്പൊടിയാണ് ഉപയോഗിക്കുക. അപ്പം പിന്നെ അതിങ്ങനെ ആ പാത്രത്തിലുള്ളത് അത് തീർന്നു. ഇപ്പം വീഡിയോ എടുത്തരാൻ ആരുമില്ലല്ലോ. ഉച്ച സമയത്ത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ ഇടുക. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇത് കിട്ടുന്നില്ല. എന്നാലും ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കുന്ന എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. കുക്കർ അടയ്ക്കട്ടെ. കുക്കർ അടച്ച് വിസിൽ വരുന്നവരെ കാത്തു നിൽക്കാം. പുതിർത്തിയ ചെറുപയറായതുകൊണ്ട് തന്നെ വേഗം വേവും. അത് കഴിഞ്ഞ് മോൻ വരുന്ന സമയം, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവൻ നേരത്തെ വരും. 4 മണിയാകുമ്പോഴേക്ക് അവൻ വരും. അപ്പം ജീപ്പിലാണ് വരിക. കുറച്ചൊരു 10-12 കുട്ടികൾ ഒരുമിച്ച് ജീപ്പിൽ ഏർപ്പാടാക്കിയതാണ്. അപ്പോൾ അവൻ്റെ സൈക്കിൾ അവൻ എന്ത് ചെയ്യുമെന്ന് പറയുമോ, രാവിലെ മഴയില്ലാത്ത ദിവസമാണെങ്കിൽ അവൻ സൈക്കിൾ എടുത്തിട്ട് അവിടെ ഒരു വീടുണ്ട്, അവിടെ അങ്ങനെ കൊണ്ടയ്ക്കും. എന്നിട്ട് അതിൽ കയറിയിട്ടാണ് വരിക. അത് നിർബന്ധം അവന്. മഴയുള്ള ദിവസമാണെങ്കിൽ പിന്നെ പോയിക്കോളും, അല്ലെങ്കിൽ മഴയില്ലാത്ത ദിവസമാണെങ്കിൽ ഇതൊക്കെയാണ് സ്ഥിതി. അവിടുന്ന് ഇങ്ങനെ ഈ വരവ് മാത്രമല്ല കേട്ടോ, ഇവിടുന്ന് തന്നെ അവൻ അങ്ങോട്ട് അപ്പുറം റോഡ് അങ്ങോട്ട് പോയി അങ്ങനെയൊക്കെയാണ് വീട്ടിലേക്ക് വരിക. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു. അതാ ഞങ്ങളെ ഇടയിലേക്ക് തന്നെ തിരിച്ചിട്ട് അവൻ വന്നു. മറ്റേതാണെങ്കിൽ അവൻ അപ്പുറം പോയി അവിടുന്ന് വളഞ്ഞ് അങ്ങനെയൊക്കെയാണ് വരിക. അവൻ പോകുന്ന കാണുമ്പോൾ പേടിയോ, ബാഗ് വീണു പോകുന്നുള്ള പേടിയാണ് എനിക്ക്. അപ്പം അങ്ങനെയായി. അത് കഴിഞ്ഞ് അവിടെ നിൽക്കുക, എന്നെ കാത്തിക്കുക. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്, സ്കൂളിലെ വിശേഷമൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവനൊരു ചെറുതൊരു നാണം കുണിയ പോലെയാണ്. അപ്പം സാധാരണ വർത്തമാനം പറയുന്ന പോലെ ആൾ വർത്തമാനം പറയുന്നില്ല. അന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരു ചിരിച്ച കളിയാണ്. അപ്പം മറ്റേതാണെങ്കിൽ അവന് 100 വിശേഷങ്ങളുണ്ടാവും സ്കൂളിലെ കാര്യങ്ങൾ പറയാൻ. ഇന്ന് എന്താണെന്ന് അറിയുന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് മാത്രമാണ് ആൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുക. പരീക്ഷേനെ പറ്റി, ഇന്ന് പരീക്ഷ ഉണ്ടോ, ഇന്ന് എന്തായിരുന്നു വിശേഷം, എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നുമില്ല, അന്ന് പരീക്ഷ ഒന്നുമില്ല, പിന്നെ ഒന്നും നടന്നിട്ടില്ല, ഇന്നലെ സയൻസ് പരീക്ഷൻ്റെ ഇത് പറ്റിയില്ല, അങ്ങനത്തെ പല പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ചോദിക്കുക, എന്തോ ഉണ്ടല്ലോ, അടി കിട്ടിയിട്ടല്ലോ ഇന്ന് സ്കൂളിൽ നിന്നേ ഇല്ല, അങ്ങനെയാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ കാര്യങ്ങൾ, സ്കൂളിലെ വിശേഷങ്ങൾ തന്നെയാണ് കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇനിയിപ്പോൾ ആ ചെരുപ്പൊക്കെ എടുത്തൊരു ഏറൊക്കെയാണ്. സ്കൂളിൽ വന്നാൽ അങ്ങനെയാണ്, നല്ല വിശപ്പുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട് അമ്മ, എന്താ തിന്നാനുള്ള, ഞാൻ മേല് കഴുകാണ്ട് വന്നാൽ എനിക്ക് തരുമോ, കൈയും കാലും കഴുകിയാൽ മതിയോ എന്നൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവൻ കുളിക്കാൻ പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇവന് ചൂടോടെ തന്നെ ദോശയാക്കി കൊടുക്കുക, എന്നാലേ അവൻ കഴിക്കുള്ളൂ, തണുത്താൽ കഴിക്കില്ല. അപ്പോൾ അവൻ കുളിക്കാൻ പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇതിപ്പോൾ രാവിലത്തെ മാവ് ബാക്കി ഉണ്ടായിരുന്നു, പിന്നെ കണ്ണമ്പിട്ട് ദോശേൻ്റെ മാവേ. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ദോശയും ചെറുപയർ കറിയും കൊടുത്താൽ മതിയല്ലോ. അപ്പം ഇന്ന് അവൻ നെയ്ച്ചോറാണ് ഉച്ചയ്ക്ക് കൊണ്ടുപോയത്. അപ്പോൾ അത് കഴിച്ചാൽ അവന് വിശക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ണമ്പിട്ട് ദോശ റെഡിയായി കൊണ്ട് നിൽക്കുന്നുണ്ട്. കണ്ണമ്പിട്ട് ദോശയും ചമ്മന്തിയാണ് അവന് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഈ വെള്ളമില്ലാത്ത ചമ്മന്തിയാണ് ഇഷ്ടം. പക്ഷേ തീരെ ഒരു പ്രോട്ടീനും കിട്ടിയില്ലെങ്കിലൊരു സുഖമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെറുപയർ കറി തന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഭക്ഷണം കഴിക്കായിരുന്നപ്പോൾ ദേഷ്യം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, പിന്നെ ഇന്ന് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ, സത്യം പറഞ്ഞു എന്നാലേ ഞാൻ കളിക്കാൻ കൂടുള്ളൂ, ഇന്ന് അടി കിട്ടിയിട്ടുണ്ടല്ലോ ടീച്ചർ എടുത്തുനിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അവനത് കേട്ടിട്ട് അതിന് ദേഷ്യം വരിക, ഇല്ല ഞാൻ കള്ളത്തരം പറഞ്ഞല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിനിടയിൽ ഞാനൊരു ബ്രെഡിൻ്റെ കഷ്ണം അവൻ്റെ വായിൽ കൊടുത്തതാണ്. ദേഷ്യമൊക്കെ ആണെങ്കിൽ ആളത് വാങ്ങി കഴിക്കുന്നൊക്കെ ഉണ്ട്, ഇന്നെ വീഡിയോ എടുക്കണ്ട, എനിക്കിഷ്ടമല്ല എന്നൊക്കെ, അങ്ങനെ പല കാര്യങ്ങളും അവൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് അങ്ങനെ ദോശയൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ദേഷ്യം വരുന്നതുകൊണ്ട് ആൾ ഭക്ഷണം കഴിക്കുന്നുമുണ്ട്. അതിൻ്റെ ഇടയിൽ ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ, ടി വി കാണുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ചായയൊക്കെ കഴിഞ്ഞപ്പം വിചാരിച്ചു എന്നാൽ ഞാനൊന്ന് അടിച്ചു വാരിയിടട്ടെ എന്ന്. രാവിലെ എല്ലാം അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ ചെയ്യുന്നതാണ്, എന്നാലും വൈകുന്നേരം ആകുമ്പോൾ ഒരു ഇതാണ് സ്ഥിരം ഒരു എന്താ പറയുക, നമ്മളൊരു ശീലം ഉണ്ടല്ലോ, വൈകുന്നേരവും ഹാളും അടുക്കളയും കോലയൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് അടിച്ചു വാരട്ടെ, പൊടി ഉണ്ടായിട്ടൊന്നുമല്ല, വെറുതെ ഇങ്ങനെ അടിച്ചു വാരുക അത്ര തന്നെ. അപ്പം അത് അടിച്ചു വാരിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ മോൻ അതിൻ്റെ ഇടയിൽ പിന്നെ അവനായിട്ടോ, വീഡിയോ എടുത്തിരുന്ന ആൾ അവനായി. അതുകൊണ്ടെന്താ പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ഉച്ചക്കെല്ലാം മഴയായതുകൊണ്ടെങ്കിൽ മേലെ കയറി പോകാനൊരു മടി. പിന്നെ വൈകുന്നേരം ഞാൻ അതെല്ലാം ഉണങ്ങി മിഷനിലിട്ട് ഉണക്കി, എല്ലാം അലക്കി വെച്ചതൊക്കെ മിഷനിലിട്ട് ഉണക്കി എല്ലാം മേലെ കൊണ്ടുപോയിട്ട് ആറിയിടുക. അപ്പം എൻ്റെ വീഡിയോഗ്രാഫർ ഉണ്ട് കേട്ടോ കൂടെ. ഇപ്പം ഞാൻ ഫ്രീയാണ്, കാരണം ആൾ എല്ലാം എടുത്തു തരുന്നുണ്ട് മോൻ. അപ്പം അവനെടുത്ത് അപ്പോൾ അവൻ പറഞ്ഞു നമ്മളെ കുളം കാണിച്ചു കൊടുക്കാം അമ്മേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുളം കാണുന്നില്ല, കാടും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവൻ എല്ലാ ഭാഗവും ഇങ്ങനെ കാണിക്കുക. അപ്പോൾ അവൻ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയപ്പോഴേക്ക് പേടിയായി. അപ്പം ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോവല്ല, അല്ല ഞാൻ കാണിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കുളം കുറച്ച് കാണുന്നുണ്ട്, മുഴുവനായിട്ട് കാണുന്നില്ല. എന്നാൽ അവിടെ കാടുള്ളതുകൊണ്ടാണ് ആ കുളം അധികം അങ്ങോട്ട് കാണാത്തത്. അവൻ ഉള്ളത് ഇപ്പം താഴെ ഉള്ളത്. അപ്പം എനിക്ക് പേടിയാവുക, അവൻ അങ്ങോട്ട് പോവോ എന്നുള്ള പേടി തന്നെ. അപ്പം അങ്ങനെ അത് കാണിച്ച് അവൻ അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ കാണിച്ചു തരിക. അത് അവിടെ നോക്കുന്നുണ്ട്, ഇവിടെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോയി. അവൻ കയറാൻ നോക്കിയപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു. അവിടെ ഞാൻ ഇറങ്ങി വരുമ്പോൾ തന്നെ അവൻ ഇറങ്ങി. പിന്നെ അവൻ്റെ സ്ഥിരം പരിപാടി ക്രിക്കറ്റ് കമ്പക്കാരനായതുകൊണ്ട് തന്നെ ക്രിക്കറ്റിനോട് അവനൊരു ഭയങ്കര ഒരു ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും കൂടാലോ പറഞ്ഞു. അങ്ങനെ ഒരു കുറച്ച് ഓവർ അവൻ ബാറ്റ് ചെയ്തു, പിന്നെ കുറച്ച് നേരം ഞാൻ ബാറ്റ് ചെയ്തു, പിന്നെ കുറച്ച് അവൻ എറിഞ്ഞു, ഞാനും എറിഞ്ഞു. അങ്ങനെ പറഞ്ഞു ഒരു 3 ഓവറേ കളിക്കുള്ളൂ എന്നൊക്കെ അവനോട് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ കളിച്ചു, കുറച്ച് നേരം കളിച്ചു. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു മഴ വരാനായില്ല മോനെ, അമ്മയ്ക്ക് മുറ്റൊക്കെ അടിക്കണമല്ലോ. അല്ല അമ്മയെ മഴ വരാനായില്ല എന്നൊക്കെ പറഞ്ഞു. നിൽക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അല്ല നമുക്ക് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ് ഞാൻ മുറ്റടിക്കാൻ പോയി. കാരണം മഴയായത് കാരണം മുറ്റടിക്കൽ നടക്കലേ ഇല്ല, നല്ല വെള്ളമല്ലേ. അപ്പം ഉണ്ട് കുറച്ച് കോവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പിന്നെ പറിച്ചുകൊണ്ട് നിൽക്കുക, പിന്നെ കോവൊക്കെ പറിക്കുക ഉള്ളത് അതിൻ്റെ മുകളിൽ കയറിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറയാം വഴുക്കലുണ്ടാവും, കാരണം മതിലിൻ്റെ മുകളിലല്ലേ കയറുന്നത്. അപ്പം അങ്ങനെ വഴുക്കലുണ്ടാവും, അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കോളൂ, നോക്കിയിട്ട് കയറിയാൽ മതി എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ മോൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛന് ഇഷ്ടമല്ല. അപ്പോൾ അച്ഛൻ മോനോട്ട് പറയാണ് അയ്യോ വീഡിയോ എടുക്കണ്ട, എനിക്കിഷ്ടമല്ല, എൻ്റെ അടുത്ത് വരേണ്ടത്. അപ്പോൾ വിനു ആണെങ്കിൽ അത് പറയുന്നത് കേൾക്കുമ്പോൾ അവന് കുറച്ച് കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഞാൻ അച്ഛൻ്റെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ആൾ അതിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. വീഡിയോ എടുത്തിട്ട് പിന്നെ കോവക്ക അവിടെ നിന്ന് പറിച്ചെടുത്ത് ഇങ്ങനെ താഴോട്ട് ഇടുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത വിധത്തിൽ കോവക്ക കിട്ടി. പക്ഷെ സാറിനെ കിട്ടുന്ന അത്ര കിട്ടിയിട്ടില്ല, എന്നാലും നിറച്ച് പോയിട്ടുണ്ട് കോവക്കേൻ്റെ മുകളിലൊക്കെ. അത് പടർന്നിരിക്കുന്നത് ഇതിൻ്റെ നമ്മളെ ആര്യവേപ്പിൻ്റെ മേലേക്ക് അത് മൊത്തം പടർന്നത്. അപ്പോൾ അത് പിന്നെ ഇവിടെ ഒരു തെങ്ങും തൈ ഉണ്ടായിരുന്നു കേട്ടോ, ഈ ചെറിയത്, അത് വീണ് പോയി കാറ്റത്ത്. പിന്നെ ഞാൻ വന്നു ഇതായത് കിട്ടിയ കോവക്ക കണ്ടല്ലോ. പിന്നെ ചായ വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കണം, സിങ്കെല്ലാം കഴുകി വൃത്തിയാക്കണം. പിന്നെ മോൻ വെള്ളം കൊണ്ടുവന്ന കുപ്പി ബോട്ടിൽ അത് കഴുകി, അങ്ങനെ ഓരോന്നായി അതൊക്കെ കഴിഞ്ഞു.
ഓരോ പണികൾ തന്നെ ആയി. അപ്പം പാത്രം കഴുകലാണ് എനിക്ക് ഏറ്റവും മടുപ്പുള്ളൊരു കാര്യം. അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് വെച്ചത്. ബാക്കിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പാത്രം കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാത്രമൊക്കെ കഴുകി അതെല്ലാം ഒതുക്കി. അപ്പം ഇങ്ങനെ അതിൻ്റെ ഇടയിൽ വിനിക്കുട്ടൻ വരുന്നുണ്ട്. വിനിക്കുട്ടൻ വന്നിട്ട് എന്തോ ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കുക എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ മേലൊക്കെ കഴുകി നാമം ജപിക്കുകയാണ്. കുറച്ച് നേരം ജപമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഞങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.